രാധേ, നിന്നോടൊന്ന് അവിടം വരെ ചെല്ലാൻ പറഞ്ഞു ലീലാവതി തമ്പുരാട്ടി. എന്തിനാ? ഇന്ന് ആ തള്ള വന്നില്ല അത്രേ. അവരുടെ മുറ്റം ഒന്ന് അടിച്ചു കൊടുക്കണമെന്ന്. എനിക്ക് പറ്റില്ല. അവരുടെ മുറ്റം അടിച്ചു കൊടുക്കാൻ ഞാനാരാ? അവര് വലിയ കാര്യത്തിയോ? വലിയ തമ്പുരാട്ടിമാര്. പ്രായമായ സ്ത്രീയല്ലേടി. പണിയെടുക്കാൻ പറ്റാത്ത പ്രായമൊന്നുമില്ല അതിന്. അല്ലെങ്കിൽ അവർക്കൊരു മോളുണ്ടല്ലോ. മുറ്റടിച്ചാലേ വലയൊന്നും ഓടിപ്പോവില്ല തമ്പുരാട്ടിമാർക്ക്. ഒരു തമ്പുരാട്ടി എന്നെ കുറച്ച് പാട്ട് പഠിപ്പിക്കാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു പവർ? ലോകത്തുള്ള സകലയെ പഠിപ്പിക്കാം. എന്നെ പഠിപ്പിച്ച കുറച്ചില്. ഞാനെന്താ കാശ് കൊടുക്കില്ലേ? അല്ലെങ്കിൽ പഠിപ്പിച്ച പഠിക്കില്ലേ? തമ്പുരാട്ടിയായിട്ട് ജനിച്ചില്ല, വലിയ പണക്കാരുത്തിയല്ല. അല്ലാണ്ട് എനിക്ക് എന്തോ ഒരു കുറവ്. എന്തൊക്കെയായാലും അവരുടെ മോളക്കാൾ നല്ലത് എന്റെ ശബ്ദം. അതിനെങ്ങനെ നന്നാവുക? അവരല്ലേ പഠിപ്പിക്കണേ. ബേ 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 എന്ന് പാടുന്ന കേട്ടാ മതി. ഇവരെങ്ങനെ കലാമണ്ഡലത്തിലെ ടീച്ചറായെന്ന് എനിക്കറിയില്ല. അവര് സമ്മതിച്ചാലും പാട്ട് പഠിക്കാൻ ദിവാനം സമ്മതിക്കോ? നിന്നെ കലാമണ്ഡലത്തിൽ ചേർക്കട്ടെ ഞാൻ അവനോട് ചോദിച്ചതല്ലേ. അത് അങ്ങനെ ഒരു പോത്ത് നല്ലതൊന്നും പിടിക്കില്ലല്ലോ. അമ്പലത്തിൽ വെച്ച് ആ പഞ്ചാരമേനം പറഞ്ഞ ശരിയാ. അട്ടയ്ക്ക് പൊട്ടക്കോളെ പിടിക്കൂ. ദിവാരം കേക്കണ്ട. കേട്ടപ്പോ എന്നെ അങ്ങോട്ട് വീഴുമോ? പിന്നെ അതൊക്കെ പോട്ടെ, നീ ചെന്ന് അടിച്ചു വാരി കൊടുക്ക്. പാപ്പച്ചി എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട കേട്ടോ. ഒന്നും അല്ലെങ്കിൽ നമ്മൾ 5 കൊല്ലമായിട്ട് ഈ വീട്ടിലെ താമസിക്കുന്നത്. അത് കൃത്യമായിട്ട് വാടക കൊടുക്കണ്ട്. പണിക്കാരത്തി വന്നില്ലെങ്കിൽ മുറ്റടിച്ചു കൊടുക്കാനും പീടിയെ പോവാനും തുണി തീരുമാനം രാധേ വേണം. എന്നാ വീട്ടിൽ കയറി ആയിട്ടും അവിടെ അമ്പലത്തിൽ കയറി ആയിട്ടും കണ്ടാ ഒന്നും ശരിക്കും ഓടിയില്ല. ലോകത്തൊരിടത്ത് ഞാൻ ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. വെറുതെയാണോ മുടിഞ്ഞു കിടക്കണേ? ആ, ഇന്ന് അമ്മയായിട്ട് സ്കൂളിൽ കൊണ്ടുപോണത്. അപ്പൊ രാജിയോ? രാജിക്ക് ഇന്ന് കുറച്ച് ജോലിയുടെ ഉണ്ട്. രാധേ, ആ ചൂലൊന്ന് മാറ്റി പിടിച്ചോളൂ. അമ്മ ഇറങ്ങിയായി. ഉച്ചക്കലത്തേക്ക് ഇത്തിരി പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ. പിന്നെ ഇന്ന് കലാമണ്ഡലത്തിൽ പ്രോഗ്രാം ഉണ്ട്. കുട്ടികളെ ഇറങ്ങേറ്റാ. ലത വരുന്നുണ്ട്. വേണമെങ്കിൽ കൂടെ പോന്നോളൂ. കാണാം. പോകാം. 8 മണിയാകുമ്പോഴേക്കും ഡാൻസ് ഒക്കെ കഴിയും. പിന്നെ കഥകളിയാ. അതൊന്നും കാണാൻ നിൽക്കില്ല. ഉടനെ പോരും. 8 മണിയായാലും 10 മണിയായാലും ദിവാരനോട് ചോദിച്ചിട്ട് പോയാൽ മതി. എനിക്ക് വയ്യ അവന്റെ മുഞ്ഞിയും മൂറും കാണാൻ. അതിനിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കാനാ? അതെനിക്കെങ്ങനെ അറിയാം? എന്റെ ഒരു തലവെടി.